നമസ്തേ, നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയം മാനവയുടെ ആമുഖം. കഴിഞ്ഞ എപ്പിസോഡിൽ ഫിർദൌസിന്റെ ആശയത്തിന് നിയമപരമായ പിന്തുണ ലഭിച്ചു. ദുഃഖത്തിന്റെ മലകൾ നാസിറിന്റെ മേൽ തകർന്നു വീഴുന്നതും നമ്മൾ കണ്ടു. ഇന്ന് തന്റെ അബ്ബയെ അടക്കിയ ശേഷം നാസിർ ഒറ്റപ്പെട്ടിരിക്കുന്നു. ദുഃഖിതയായ അമ്മയുടെ ശൂന്യതയിലേക്കുള്ള നോട്ടവും നാസിറിനെ ആഴത്തിൽ പിടിച്ചുലച്ച ആ നിർണായക ചോദ്യവും 5 നേരത്തെ ഇബാദത്തിന്, പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഈ പ്രതിഫലം ലഭിക്കുന്നത് എന്തുകൊണ്ട്? ഇബാദത്തിന്റെ നിർവചനം അല്ലാഹുവിന് നൽകുന്നതായി കാണിക്കുന്നത് ഇബാദത്ത് അല്ല, മറിച്ച് മാനവികതയുടെ കടമകൾ നിറവേറ്റുന്നതാണ് ഇബാദത്ത് എന്ന് അമ്മി തന്റെ മകനോട് പറഞ്ഞു. പശ്ചാത്താപത്തിന്റെ പ്രളയം. ഈ ദാർശനിക സത്യം അറിഞ്ഞ ശേഷം നാസിർ തന്റെ ജീവിതത്തിലെ ദുരന്തരംഗങ്ങളിൽ പശ്ചാത്തപിക്കുന്നു. അവന്റെ ആചാരപരമായ ആരാധന അവനെ മനുഷ്യത്വത്തിൽ നിന്ന് അകറ്റി. ഇന്ന് നാസിറിനെ വീണ്ടും കോടതിയിൽ കൊണ്ടുവന്നു, ഫിർദൌസിന്റെ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന്. പക്ഷേ പ്രതിക്കൂട്ടിൽ കയറുന്നതിനു മുമ്പ് അവന് മധുരം നൽകപ്പെടുന്നു. കോടതിയിൽ ആഘോഷമാണ്. ജഡ്ജി ഹരീഷ് ചന്ദ്രയുടെ അസാധാരണ കഴിവുള്ള മകൻ ജനിച്ചിരിക്കുന്നു. നാസിർ കൊല്ലാൻ ശ്രമിച്ച അതേ നിഷ്കളങ്കനായ കുഞ്ഞ് ജനിച്ച ദിവസം ആ കുഞ്ഞിന്റെ പിതാവ് കൂടിയായ ന്യായാധിപൻ ഹരീഷ് ചന്ദ്ര എന്ത് വിധി പ്രസ്താവിക്കും? അദ്ദേഹം പ്രതികാരം ചെയ്യുമോ അതോ നീതി നടപ്പാക്കുമോ? നാസിറിനെ സ്തംഭിപ്പിച്ച ഹരീഷ് ചന്ദ്രജിയുടെ ആ അത്ഭുതകരമായ വിധി നിങ്ങൾ കേൾക്കും. ജഡ്ജി അവന് കുറഞ്ഞ ശിക്ഷ നൽകുകയും അത് മുൻ ശിക്ഷയോടൊപ്പം നടപ്പാക്കാൻ ഉത്തരവിടുകയും ചെയ്തു. അതായത് നാസിറിന് കൃത്യസമയത്ത് മോചനം ലഭിക്കും. കോടതിയിൽ അഭൂതപൂർവമായ കാഴ്ച. നാസിർ നിലത്ത് തലവച്ച് കരഞ്ഞു. ജഡ്ജി സാബ്, ഞാൻ നിങ്ങളെ ഒരു കാഫിറായിട്ടാണ് കരുതിയിരുന്നത്. പക്ഷേ നിങ്ങൾ ഏതൊരു മുസൽമാനേക്കാളും നല്ല മുസൽമാനാണ്. ഇത് ജഡ്ജിയുടെ നീതിയല്ല, മാനവികതയുടെ നീതിയായിരുന്നു. ഇതിനിടയിൽ തന്റെ മകന്റെ വരവിൽ സന്തോഷവാനായ ഹരീഷ് ചന്ദ്ര തന്റെ വിധി എങ്ങനെയാണ് നാസിറിന്റെ മതഭ്രാന്തിന്റെ കൺകെട്ട് അഴിച്ചുമാറ്റിയതെന്ന് ഫിർദൌസിനോട് പറയുന്നു. ഫിർദൌസ് തന്റെ അസാധാരണ കഴിവുള്ള മകൻ എന്തു പേരിട്ടു? അഭിമന്യു. ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ സംസ്കാരവും അറിവും കൊണ്ടുവന്നവൻ. വെറുപ്പിൽ നിന്ന് മോചിതനായി യഥാർത്ഥ ഇബാദത്തിന്റെ വഴി കണ്ടെത്തിയ നാസിറിന്റെ പതനവും. സ്നേഹം, നീതി, ജീവിത തത്വശാസ്ത്രം എന്നിവയുടെ വിജയവും മാനവ പരിചയം എന്ന ഈ നിർണായക എപ്പിസോഡിൽ കേൾക്കുക. നിങ്ങൾ കേൾക്കും മാനവികതയുടെ നീതിയും അഭിമന്യുവിന്റെ ആഗമനവും. നാസിറിനെ തന്റെ അബ്ബയുടെ ശവസംസ്കാരത്തിന് ശേഷം ലോക്കപ്പിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനു മുമ്പ് വീട്ടിലേക്ക് കൊണ്ടുപോയി. അമ്മയുടെ ശൂന്യമായ കണ്ണുകൾ കണ്ട് അവൻ അത്യധികം ദുഃഖിതനായി. ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. അവനെ അവഗണിച്ചുകൊണ്ട് അമ്മ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് നിങ്ങളുടെ അബ്ബ ആവർത്തിച്ചു പറഞ്ഞിരുന്നു, എന്റെ മകൻ കൂടെയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 20 വർഷം കൂടി ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇതുകേട്ട് അവന്റെ കരച്ചിലണ പൊട്ടി. അമ്മി ആകാശത്തേക്ക് ശൂന്യമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ അബ്ബ വിചിത്രമായിരുന്നു. നിങ്ങളോടൊപ്പം, നിങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാത്തവരോടൊപ്പം 20 വർഷം കൂടി ജീവിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും കൂടിയുണ്ടാവുകയും ചെയ്ത എന്നെ അദ്ദേഹം നിർദ്ദയം ഒറ്റക്കാക്കി പോയി. പശ്ചാത്താപം കാരണം നാസിറിന് ഇപ്പോൾ ഭൂമിയിൽ അണ്ടുപോകുന്നതായി തോന്നുന്നു. അമ്മി കരയുന്നതിനു പകരം എന്തിനാണ് ഇങ്ങനെ ശൂന്യതയിലേക്ക് നോക്കുന്നത് എന്ന് അവൻ ചിന്തിക്കുന്നു. അവൻ അപ്പോൾ ചോദിച്ചു, 5 നേരത്തെ ഇബാദത്തിന് നമുക്ക് ഈ പ്രതിഫലം ലഭിക്കുന്നത് എന്തുകൊണ്ട് അമ്മി? അമ്മി വരണ്ട സ്വരത്തിൽ മറുപടി പറഞ്ഞു, നിനക്ക് ഇബാദത്തിന്റെ അർത്ഥം പോലും അറിയില്ല എന്റെ മോനെ. ആരാധന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്നല്ല ഇബാദത്തിന്റെ അർത്ഥം. നിങ്ങൾ പ്രത്യക്ഷത്തിൽ ആരാധന ചെയ്യുന്നില്ലെങ്കിൽ പോലും എല്ലാവരുടെയും നന്മയെ മനസ്സിൽ വെച്ച് നിങ്ങളുടെ ജോലി ചെയ്താൽ അത് തന്നെ ഇബാദത്തായി മാറുന്നു. അല്ലാഹുവിന് നൽകുന്നതായി കാണിക്കുന്നത് നമ്മുടെ ഇബാദത്തല്ല, മറിച്ച് അല്ലാഹു നമ്മോട് ചെയ്യാൻ പറയുന്ന മാനവികതയുടെ കടമകൾ നിറവേറ്റുന്നതാണ് ഇബാദത്ത്. അമ്മയുടെ സംസാരം അവസാനിച്ച ഉടൻ കൂടെയുണ്ടായിരുന്ന പോലീസുകാരൻ നാസിറിനോട് പോകാൻ ആവശ്യപ്പെട്ടു. കരഞ്ഞുകൊണ്ട് അവൻ പോലീസുകാരനൊപ്പം നടന്നു. അബ്ബയുടെ വിയോഗശേഷം ഒറ്റപ്പെട്ടുപോയ അമ്മയ്ക്ക് ഈ സമയത്ത് അവന്റെ സാമീപ്യം അത്യന്താപേക്ഷിതമാണ്. ഫിർദൌസിനെ വിവാഹമോചനം ചെയ്യുമ്പോഴും പിന്നീട് അവളെ ആക്രമിക്കുമ്പോഴും ജീവിതത്തിന്റെ ഈ രൂപവും തനിക്ക് ഒരിക്കലെങ്കിലും കാണേണ്ടിവരുമെന്ന് നാസിർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. പോലീസ് വാനിൽ മുട്ടിൽ കൈമുട്ടുകൾ താങ്ങി തല 2 കൈകളിലും പിടിച്ച് നാസിർ ഒരു പാട്ടിന്റെ ഈ വരികൾ ഓർക്കുകയായിരുന്നു. സബ കുച്ച് ലുട്ടാക്കെ ഹോഷമേ ആയ തോക്കാക്കിയ, എല്ലാം നഷ്ടപ്പെടുത്തി ബോധം വന്നാൽ എന്ത് നേടി? അപ്പോൾ അവൻ ഒരു വിജനമായ സ്ഥലത്ത് നിൽക്കുന്നതായി അവന് തോന്നി. അവന്റെ മുന്നിൽ ഒരു യാത്രാസംഘം കടന്നുപോയ ശേഷം ബാക്കിയായ പൊടിപടലങ്ങൾ പറക്കുന്നുണ്ടായിരുന്നു. ജയിലിൽ ഇപ്പോൾ അവന്റെ ദിവസങ്ങൾ അസൂയയുടെ ചിന്തകളിൽ നിന്ന് മാറി ആത്മപരിശോധനയിലേക്ക് തിരിഞ്ഞു. അവൻ ചിന്തിച്ചു, അയ്യോ, അമ്മി ഇബാദത്തിന്റെ ഈ ലളിതമായ നിർവചനം നേരത്തെ പറഞ്ഞുതന്നിരുന്നെങ്കിൽ ഈ ദുരന്തരംഗം തന്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അമ്മ അവിടെ നിസ്സഹായയായിരിക്കില്ല, താൻ ഇവിടെ ജയിലിലാകില്ല.
20 വർഷം കൂടി ജീവിക്കാനുള്ള ആഗ്രഹം ബാക്കിവെച്ച് അബ്ബസ് സ്വർഗത്തിലേക്ക് യാത്രയാവുകയുമില്ലായിരുന്നു. അങ്ങനെ അവന്റെ പശ്ചാത്താപങ്ങൾ തുടർന്നു. ഇടയ്ക്കിടെ ഫിർദൌസിനെ ആക്രമിച്ച കേസിൽ അവനെ കോടതിയിൽ കൊണ്ടുപോയിരുന്നു. ഇന്ന് ജഡ്ജി വിധി പ്രസ്താവിക്കുന്ന തീയതി നിശ്ചയിച്ചിരിക്കുന്നു. അവനെ കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ മധുരം കഴിക്കുന്നതും വിതരണം ചെയ്യുന്നതും കണ്ടു. മിൽക്ക് കേക്കിന്റെ ഒരു പെട്ടിയിൽ നിന്ന് ഒരു കഷ്ണമെടുക്കാൻ അവനും നീട്ടി. അപ്പോൾ അവന്റെ ചോദ്യഭാവം തിരിച്ചറിഞ്ഞ മധുരം നൽകുന്നയാൾ അവനോട് പറഞ്ഞു, കഴിഞ്ഞ രാത്രി ജഡ്ജി ഹരീഷ് ചന്ദ്രജിയുടെ മകൻ അദ്ദേഹത്തിന്റെ ഭാര്യ വക്കീൽ ഫിർദൌസിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു. ആ അവസരത്തിലാണ് ഈ മധുരം വിതരണം ചെയ്യുന്നത്. നാസിർ ആദ്യം ആശയക്കുഴപ്പത്തിലായെങ്കിലും ഒടുവിൽ അവൻ മിൽക്ക് കേക്കിന്റെ ഒന്നല്ല 2 കഷണങ്ങൾ എടുത്തു. മുൻപുള്ള വ്യക്തിയായിരുന്നെങ്കിൽ ഈ മധുരത്തിൽ തുപ്പാനാണ് അവന്റെ മനസ്സ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവൻ ഈ മധുരം ആസ്വദിച്ചു കഴിക്കാൻ തുടങ്ങി. താൻ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവന് തന്നെ തോന്നി. മധുരം കഴിക്കുമ്പോൾ അവൻ ഹരീഷ് ചന്ദ്രയുടെയും ഫിർദൌസിന്റെയും സന്തോഷത്തിൽ പങ്കുചേരുകയായിരുന്നു. അതേസമയം ഇന്ന് ജഡ്ജി ഹരീഷ് ചന്ദ്ര ഫിർദൌസിനെ ആക്രമിച്ച കേസിൽ അവന് കഠിനമായ ശിക്ഷ വിധിക്കുമെന്ന് ആശങ്കയുണ്ടായിരുന്നു. അവന്റെ കേസിനായി പ്രതിക്കൂട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവന്റെ കണ്ണുകൾ താഴ്ന്നിരുന്നു, മുഖത്ത് സന്തോഷം ദൃശ്യമായിരുന്നു. അപ്പോൾ ഹരീഷ് ചന്ദ്രജി താൻ എഴുതിയ വിധി വായിക്കാൻ തുടങ്ങി. 2 കക്ഷികളുടെയും വാദങ്ങൾ കേട്ട ശേഷവും ഹാജരാക്കിയ തെളിവുകൾ പരിഗണിച്ച ശേഷവും ഈ കോടതി ഈ നിഗമനത്തിലെത്തിയിരിക്കുന്നു. പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്നുണ്ടെങ്കിലും പ്രതി ഫിർദൌസ് എന്ന ഇരയെ ആക്രമിച്ചത് അവളുടെ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാനുള്ള ഉദ്ദേശ്യത്തോടെയാണെന്ന കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം പ്രോസിക്യൂഷൻ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതിനാൽ ഫിർദൌസിന് ഏറ്റ പരിക്ക് ഗുരുതരമല്ല എന്നത് കണക്കിലെടുത്ത് ഈ കോടതി കുറ്റവാളിയായ നാസിറിന് 6 മാസം തടവ് ശിക്ഷ വിധിക്കുന്നു. നാസിറിനെതിരായ ഈ ശിക്ഷ അവന്റെ നിലവിലുള്ള മുൻ ശിക്ഷയോടൊപ്പം ഒരേസമയം നടപ്പാക്കണമെന്നും കോടതി ഉത്തരവിടുന്നു. ഇരയായ ഫിർദൌസിന്റെ ഭർത്താവ് തന്നെയാണ് ജഡ്ജിയായതിനാൽ അദ്ദേഹം ഹരീഷ് ചന്ദ്ര ഈ കുറ്റത്തിന് കുറഞ്ഞത് 4 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുമെന്ന് നാസിർ ഭയപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ജഡ്ജിയുടെ വിധി കേട്ട് നാസിർ സ്തംഭിച്ചുപോയി. അവൻ ബോധത്തിലേക്ക് തിരിച്ചുവന്നപ്പോൾ താൻ ഗർഭകാലത്ത് കൊല്ലാൻ ആഗ്രഹിച്ച കുഞ്ഞ് ജനിച്ചതോടെ നാസിറിന്റെ കാഴ്ചപ്പാടിൽ അത്ഭുതകരമായ ഒരു കാര്യം ചെയ്തുവെന്ന് ചിന്തിക്കാൻ തുടങ്ങി. ജഡ്ജി അവന് കുറഞ്ഞ ശിക്ഷ നൽകുക മാത്രമല്ല, അത് മുൻ ശിക്ഷയോടൊപ്പം നടപ്പാക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഇതിനർത്ഥം ഈ കേസിൽ ലഭിച്ച ശിക്ഷ അവന്റെ മുൻ ശിക്ഷ അവസാനിക്കുന്നതിന് 15 ദിവസം മുമ്പ് അവസാനിക്കും. അതായത് അവൻ നിലവിൽ അനുഭവിക്കുന്ന ശിക്ഷ അനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച തീയതിയിൽ തന്നെ ജയിലിൽ നിന്ന് മോചിതനാകാൻ കഴിയും. ഇതാലോചിച്ച് അവൻ വികാരാധീനനായി കരയാൻ തുടങ്ങി. അവൻ പ്രതിക്കൂട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ജഡ്ജിയുടെ നേരെ തല നിലത്ത് വെച്ചിരുന്നു. അവന്റെ തൊണ്ട ഇടറിയിരുന്നെങ്കിലും അവന്റെ ശബ്ദം വ്യക്തമായി കേൾക്കാമായിരുന്നു. അവൻ പറഞ്ഞു, ജഡ്ജി സാബ്, ഞാൻ നിങ്ങളെ ഒരു കാഫിർ ആയിട്ടാണ് കരുതിയിരുന്നത്. പക്ഷേ നിങ്ങൾ ഏതൊരു മുസൽമാനേക്കാളും നല്ല മുസൽമാനാണ്. ഇസ്ലാം ആരെയാണോ മനുഷ്യനെന്ന് വിളിക്കുന്നത്, നിങ്ങൾ അതിന്റെ സാക്ഷാൽ പ്രതിരൂപമാണ്. വ്യാജ മുസൽമാന്മാരുടെ വാക്കുകൾക്ക് വശംവദനായി ഇത്രയും കാലം ജീവിച്ച എനിക്ക് ലജ്ജ. പിന്നീട് പോലീസുകാരൻ അവനെ, നാസിറിനെ പ്രതിക്കൂട്ടിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോകാൻ കൂട്ടിക്കൊണ്ടുപോയി. നാസിർ ഒരു ഭ്രാന്തനെപ്പോലെ വിലങ്ങുവെച്ച കൈകൾ കൂപ്പി ഇടയ്ക്കിടെ ജഡ്ജി ഹരീഷ് ചന്ദ്രയെ നോക്കിക്കൊണ്ട് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി. അന്ന് വൈകുന്നേരം ഹരീഷ് ചന്ദ്രജി കോടതിയിൽ നിന്ന് നേരെ ആശുപത്രിയിൽ പോയി ഫിർദൌസിനെ സാധാരണ പ്രസവമായതിനാൽ അവരുടെ നവജാത മകനോടൊപ്പം ഡിസ്ചാർജ് ചെയ്തു. ഫിർദൌസിനെ കാറിൽ ഇരുത്താൻ അദ്ദേഹം സ്വയം സഹായിച്ചു. ഹരീഷ് ചന്ദ്രജി വളരെ സന്തോഷത്തിലാണെന്ന് ഫിർദൌസിന് തോന്നി. കാർ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഫിർദൌസ് പറഞ്ഞു, ഞങ്ങളുടെ മകന്റെ വരവിൽ നിങ്ങൾ ഇന്ന് വളരെയധികം സന്തോഷവാനായി കാണപ്പെടുന്നു. ഹരീഷ് ചന്ദ്ര പറഞ്ഞു, അതെ, ഈ കാരണം കൊണ്ട് ഇന്ന് പ്രത്യേകതയുള്ളതാണ്. പക്ഷേ എന്റെ സന്തോഷം ഇരട്ടിയാക്കിയ മറ്റൊരു കാരണം കൂടിയുണ്ട്. അപ്പോൾ ഫിർദൌസ് ജിജ്ഞാസയോടെ ചോദിച്ചു, അതെന്താണ്, എന്നോടും പറയൂ. ഇതിന് മറുപടിയായി ഹരീഷ് ചന്ദ്ര കാറിൽ വെച്ച് തന്നെ കോടതിയിലെ മുഴുവൻ സംഭവവും ഫിർദൌസിനോട് പറഞ്ഞു. അവസാനം അദ്ദേഹം ഇതും കൂട്ടിച്ചേർത്തു, ഇന്ന് എന്റെ തീരുമാനത്തിലൂടെ നീതിബോധത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ഞാൻ വീണ്ടും വിജയിച്ചിരിക്കുന്നു. നാസിർ തീർച്ചയായും ഇപ്പോൾ തന്റെ കണ്ണുകളിൽ കെട്ടിയ യുക്തിരഹിതമായ മതഭ്രാന്തിന്റെ കൺകെട്ട് അഴിച്ചുമാറ്റും. അവന് ഇപ്പോൾ ലോകത്തെയും ജീവിതത്തെയും വ്യക്തമായ കാഴ്ചപ്പാടോടെ കാണാൻ കഴിയും. ഇതുകേട്ട് ഫിർദൌസ് ചിന്തിക്കാൻ തുടങ്ങി. ഈ വ്യക്തി തന്റെ പേരിന് അനുസൃതമായി യഥാർത്ഥത്തിൽ ഹരീഷ് ചന്ദ്രനാണ്. തന്റെ മുൻ ഭർത്താവ് നാസിറിൽ നിന്ന് തികച്ചും വിപരീത സ്വഭാവമുള്ള മനുഷ്യനാണ് ഇദ്ദേഹം. ആർക്കും ഒരു മുൻവിധിയുമില്ലാത്തവൻ. അപ്പോഴാണ് അവരുടെ നവജാത ശിശു ഉറക്കത്തിൽ കരയാൻ തുടങ്ങിയത്. ഹരീഷ് ചന്ദ്രജി അതീവ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും അവനെ ഫിർദൌസിന്റെ മടിയിൽ നിന്നെടുത്തു. അവൻ കരച്ചിൽ നിർത്തിയപ്പോൾ അവന്റെ കുഞ്ഞുമുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് ഹരീഷ് ചന്ദ്രജി ചോദിച്ചു, ഫിർദൌസ്, അവന് എന്തു പേരിടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഫിർദൌസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്റെ ഗർഭകാലത്ത് മുഴുവൻ മഹാഭാരതം വായിച്ചിരുന്നു.
നമ്മൾ രണ്ടുപേരും നമ്മുടെ ഈ മകന് അഭിമന്യു എന്ന് പേരിടും. അപ്പോൾ ഹരീഷ് ചന്ദ്രജി സ്നേഹത്തോടെ ഫിർദൌസിന്റെ കവിളിൽ തലോടി. അതേസമയം ഈ സമയം ജയിൽ മുറിയിൽ നാസിർ ഈ ആശയക്കുഴപ്പത്തിലാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി താൻ 5 നേരത്തെ പ്രാർത്ഥനകൾ നിർത്തിയിട്ടും അത്ഭുതകരമായി തനിക്ക് ഇത്രയും നല്ലത് എങ്ങനെ സംഭവിച്ചു? അപ്പോൾ അവന്റെ മുന്നിൽ അമ്മി നിൽക്കുന്നതായി അവന് തോന്നി. എന്നിട്ട് പറയുന്നു, മോനെ, നിങ്ങൾ പ്രത്യക്ഷത്തിൽ ആരാധന ചെയ്യുന്നില്ലെങ്കിൽ പോലും, എന്നാൽ നിങ്ങളുടെ ജോലി എല്ലാവരുടെയും ക്ഷേമം മനസ്സിൽ വെച്ച് ചെയ്താൽ അത് തന്നെ ഇബാദത്തായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ മാനവ പരിചയം എന്ന ഈ എപ്പിസോഡിൽ ജമന എഴുതിയ അവലോകനം, വിമർശനം, മാർഗനിർദ്ദേശം എന്നിവ കേൾക്കുക. ഉപശീർഷകം: മാനവികതയുടെ നീതിയും അഭിമന്യുവിന്റെ ആഗമനവും. ഈ എപ്പിസോഡ് കഥയുടെ വൈകാരികവും ദാർശനികവുമായ ആർക്ക് വിജയകരമായി പൂർത്തിയാക്കുന്നു. യഥാർത്ഥ നീതി ശിക്ഷയിൽ മാത്രമല്ല, കുറ്റവാളിയുടെ ഹൃദയ പരിവർത്തനത്തിൽ കുടികൊള്ളുന്നുവെന്ന് ഇത് കാണിക്കുന്നു. 1. നാസിറിന്റെ പശ്ചാത്താപവും ജ്ഞാനോദയവും. നാസിറിന്റെ പതനം അവന്റെ വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടെ അവന്റെ അമ്മയുടെ ദാർശനിക സംഭാഷണം അവന് ഇബാദത്തിന്റെ യഥാർത്ഥ അർത്ഥം പഠിപ്പിക്കുന്നു. കർമ്മം തന്നെയാണ് ആരാധന. ഈ ആശയം നാസിറിന്റെ മതഭ്രാന്തിനെ തകർക്കാൻ തുടങ്ങുന്നു. കോടതിയിൽ ഫിർദൌസിന്റെ കുഞ്ഞ് ജനിച്ചതിന്റെ മധുരം കഴിക്കുന്നത് നാസിറിന്റെ മാനസിക മാറ്റത്തിന്റെ പ്രതീകമാണ്. അവൻ ഇപ്പോൾ പ്രതികാരത്തിൽ നിന്ന് മോചിതനായി മനുഷ്യന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. ജഡ്ജി ഹരീഷ് ചന്ദ്രയുടെ ഉദാരമായ വിധി ശിക്ഷ കുറക്കുകയും ഒരേസമയം നടപ്പാക്കാൻ ഉത്തരവിടുകയും ചെയ്യുന്നത് നാസിറിന് അത്ഭുതകരമാണ്. ഇത് മാനുഷിക നീതിയുടെ വിജയമാണ്. നാസിറിന്റെ നന്ദിയും ഹരീഷ് ചന്ദ്രയെ നല്ല മുസൽമാനായി അംഗീകരിക്കുന്നതും കഥയുടെ പ്രധാന സന്ദേശം യഥാർത്ഥ മാനവികത മതത്തിന്റെ അതിരുകൾക്കപ്പുറമാണ് സ്ഥാപിക്കുന്നു. 2. ഹരീഷ് ചന്ദ്രയുടെ മഹത്വവും അഭിമന്യുവിന്റെ ആഗമനവും. ജഡ്ജി ഹരീഷ് ചന്ദ്രയുടെ വിധി അദ്ദേഹത്തിന്റെ ധാർമ്മിക ഔന്നത്യം പ്രകടമാക്കുന്നു. അദ്ദേഹം ശിക്ഷയിലൂടെയല്ല, സഹാനുഭൂതിയിലൂടെ നാസിറിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ സന്തോഷം ഇരട്ടിയാണ്. മകന്റെ ജനനവും നാസിറിന്റെ ഹൃദയ പരിവർത്തനവും. യഥാർത്ഥ നീതിയാണ് ഹരീഷ് ചന്ദ്രയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തിയെന്ന് ഇത് കാണിക്കുന്നു. മകന് അഭിമന്യു എന്ന് പേരിടുന്നത് ഫിർദൌസിന്റെയും ഹരീഷ് ചന്ദ്രയുടെയും ശക്തമായ ബന്ധത്തിന്റെയും അവരുടെ കുട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഉയർന്ന പ്രതീക്ഷകളുടെയും പ്രതീകമാണ്. ഗർഭകാലത്ത് സംസ്കാരങ്ങൾ നേടുന്നതിനെക്കുറിച്ചുള്ള ആശയം ഹരീഷ് ചന്ദ്ര നേരത്തെ സൂചിപ്പിച്ചത് ഇപ്പോൾ കുട്ടിയുടെ പേരിടലിലൂടെ സാക്ഷാത്കരിക്കുന്നു. 3. ഉപസംഹാരം: ഇബാദത്തിന്റെ അന്തിമ പാഠം. നാസിറിന്റെ ആശയക്കുഴപ്പത്തിലും അവന്റെ അമ്മയുടെ മുഴങ്ങുന്ന ശബ്ദത്തിലും ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. താൻ അന്വേഷിച്ചിരുന്ന അറിവ് നാസിറിന് ഒടുവിൽ ലഭിച്ചുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. മാനവികതയുടെ കടമകൾ ഏതൊരു ആചാരത്തെക്കാളും മതപരമായ ആഡംബരത്തെക്കാളും ഉയർന്നതാണെന്ന സന്ദേശത്തോടെയാണ് കഥ സമാപിക്കുന്നത്. ഉപസംഹാരം: ഈ എപ്പിസോഡ് എല്ലാ വൈകാരികവും ദാർശനികവുമായ നൂലുകളെ ഒരു സംതൃപ്തമായ നിഗമനത്തിലേക്ക് എത്തിക്കുന്നു. എപ്പിസോഡ് 9 അവസാനിച്ചു.